ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ പി എസ് സി പരീക്ഷകളിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ജനറൽ നോളജ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഈ ക്ലാസ്സിനെ ബേസ് ചെയ്ത് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ 5 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ 5 ചോദ്യങ്ങൾക്കും ഈ ക്ലാസ് മുഴുവനും കണ്ട ശേഷം എല്ലാവരും കറക്റ്റായിട്ടുള്ള ഉത്തരം കമൻറ്റ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം. ഓപ്ഷൻ എ മാങ്ങ, ബി ചക്ക, സി പപ്പായ, ഡി ആപ്പിള്. കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം ഓപ്ഷൻ ബി ചക്കയാണ്. കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം ചക്ക. കേരളത്തിലെ ഏക കൻ്റോൺമെൻറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഓപ്ഷൻ എ കണ്ണൂർ, ബി കോഴിക്കോട്, സി കൊല്ലം, ഡി തിരുവനന്തപുരം. കേരളത്തിലെ ഏക കൻ്റോൺമെൻറ്റ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എ കണ്ണൂരാണ്. കേരളത്തിലെ ഏക കൻ്റോൺമെൻറ്റ് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ. കേരള സർക്കാരിൻ്റെ കമ്മ്യൂണിറ്റി പോലീസിംഗ് സംരംഭം. ഓപ്ഷൻ എ ജനമൈത്രി സുരക്ഷ, ബി പിങ്ക് ബീറ്റ്, സി നിർഭയ, ഡി ആശാകിരണം. കേരള സർക്കാരിൻ്റെ കമ്മ്യൂണിറ്റി പോലീസിംഗ് സംരംഭം ഓപ്ഷൻ എ ജനമൈത്രി സുരക്ഷ. കേരള സർക്കാരിൻ്റെ കമ്മ്യൂണിറ്റി പോലീസിംഗ് സംരംഭം ജനമൈത്രി സുരക്ഷ. കേരളത്തിലെ ആദ്യ പത്രമായ രാജ്യസമാചാരം എവിടെ നിന്നാണ് പ്രസിദ്ധീകരിച്ചത്? ഓപ്ഷൻ എ കല്യാശ്ശേരി, ബി തലശ്ശേരി, സി കോട്ടയം, ഡി കോഴിക്കോട്. കേരളത്തിലെ ആദ്യ പത്രമായ രാജ്യസമാചാരം എവിടെ നിന്നാണ് പ്രസിദ്ധീകരിച്ചത്? ഓപ്ഷൻ ബി തലശ്ശേരി. കേരളത്തിലെ ആദ്യ പത്രമായ രാജ്യസമാചാരം എവിടെ നിന്നാണ് പ്രസിദ്ധീകരിച്ചത്? തലശ്ശേരിയിൽ നിന്ന്. കൈറ്റ് പൂർണ്ണരൂപം എന്താണ്? ഓപ്ഷൻ എ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ, സി കേരള ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഏജൻസി, ഡി ഇവയൊന്നുമല്ല. കൈറ്റ് പൂർണ്ണരൂപം ഓപ്ഷൻ ബി കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. കൈറ്റ് പൂർണ്ണരൂപം കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ രാജ്യത്തെ ആദ്യത്തെ പഞ്ചായത്ത് ഏത്? ഓപ്ഷൻ എ മാണിക്കൽ, ബി പുല്ലമ്പാറ, സി കുന്നത്തുനാട്, ഡി ഇരവിപേരൂർ. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ രാജ്യത്തെ ആദ്യത്തെ പഞ്ചായത്ത് ഓപ്ഷൻ ബി പുല്ലമ്പാറ. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ രാജ്യത്തെ ആദ്യത്തെ പഞ്ചായത്ത് പുല്ലമ്പാറ. മലയാളം മിഷൻ വഴി നടപ്പാക്കുന്ന 10ാം തരം തത്തുല്യ സർട്ടിഫിക്കറ്റ് പരിപാടി ഏത്? ഓപ്ഷൻ എ പൂക്കാലം, ബി നീലക്കുറിഞ്ഞി, സി കണിക്കൊന്ന, ഡി കൈനീട്ടം. മലയാളം മിഷൻ വഴി നടപ്പാക്കുന്ന 10ാം തരം തത്തുല്യ സർട്ടിഫിക്കറ്റ് പരിപാടി ഓപ്ഷൻ ബി നീലക്കുറിഞ്ഞി. മലയാളം മിഷൻ വഴി നടപ്പാക്കുന്ന 10ാം തരം തത്തുല്യ സർട്ടിഫിക്കറ്റ് പരിപാടി നീലക്കുറിഞ്ഞി. സർക്കാർ ഉടമസ്ഥതയിൽ കേരളത്തിൽ നിലവിൽ വന്ന രാജ്യത്തെ ആദ്യത്തെ ഓൺലൈൻ ടാക്സി സംവിധാനം ഏത്? ഓപ്ഷൻ എ കേരള ടാക്സി, ബി കേരള സവാരി, സി ഓൺലൈൻ സവാരി, ഡി കേരള യാത്ര. സർക്കാർ ഉടമസ്ഥതയിൽ കേരളത്തിൽ നിലവിൽ വന്ന രാജ്യത്തെ ആദ്യത്തെ ഓൺലൈൻ ടാക്സി സംവിധാനം ഓപ്ഷൻ ബി കേരള സവാരി. സർക്കാർ ഉടമസ്ഥതയിൽ കേരളത്തിൽ നിലവിൽ വന്ന രാജ്യത്തെ ആദ്യത്തെ ഓൺലൈൻ ടാക്സി സംവിധാനം കേരള സവാരി.
കേരളത്തിലെ നഗര തൊഴിലുറപ്പ് പദ്ധതിക്ക് ഏത് നവോത്ഥാന നായകൻ്റെ പേരാണ് നൽകിയിട്ടുള്ളത്? ഓപ്ഷൻ എ അയ്യങ്കാളി, ബി വൈകുണ്ഠസ്വാമികൾ, സി ചട്ടമ്പി സ്വാമികൾ, ഡി ശ്രീനാരായണ ഗുരു. കേരളത്തിലെ നഗര തൊഴിലുറപ്പ് പദ്ധതിക്ക് ഏത് നവോത്ഥാന നായകൻ്റെ പേരാണ് നൽകിയിട്ടുള്ളത്? ഓപ്ഷൻ എ അയ്യങ്കാളി. കേരളത്തിലെ നഗര തൊഴിലുറപ്പ് പദ്ധതിക്ക് ഏത് നവോത്ഥാന നായകൻ്റെ പേരാണ് നൽകിയിട്ടുള്ളത്? അയ്യങ്കാളി. കുടുംബശ്രീയുടെ ഏറ്റവും പ്രധാന ലക്ഷ്യമെന്ത്? ഓപ്ഷൻ എ ലിംഗസമത്വം, ബി സ്ത്രീ ശാക്തീകരണം, സി ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഡി വികേന്ദ്രീകൃതാസൂത്രണം. കുടുംബശ്രീയുടെ ഏറ്റവും പ്രധാന ലക്ഷ്യമെന്ത്? ഓപ്ഷൻ സി ദാരിദ്ര്യ നിർമ്മാർജ്ജനം. കുടുംബശ്രീയുടെ ഏറ്റവും പ്രധാന ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. ജയ ജയ കോമള കേരള തരണി എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചതാര്? ഓപ്ഷൻ എ വള്ളത്തോൾ നാരായണ മേനോൻ, ബി ബോധേശ്വരൻ, സി പന്തളം കെ പി രാമൻ പിള്ള, ഡി കെ ദാമോദരൻ. ജയ ജയ കോമള കേരള തരണി എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചതാര്? ഓപ്ഷൻ ബി ബോധേശ്വരൻ. ജയ ജയ കോമള കേരള തരണി എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചത് ബോധേശ്വരൻ. കൊച്ചി മുസിരസ് ബിനാലെ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ ചലച്ചിത്രോത്സവം, ബി നാടകോത്സവം, സി കലാപ്രദർശനം, ഡി സംഗീതോത്സവം. കൊച്ചി മുസിരസ് ബിനാലെ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ സി കലാപ്രദർശനം. കൊച്ചി മുസിരസ് ബിനാലെ എന്തുമായി ബന്ധപ്പെട്ടതാണ്? കലാപ്രദർശനം. പഞ്ചായത്തേത്? കേരളത്തിലെ വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് കുമളി, ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിലെ വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് കുമിളി. കേരളത്തിലെ വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് വളപട്ടണം, കണ്ണൂർ ജില്ലയിലാണ്. കേരളത്തിലെ വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് വളപട്ടണം. ജനസംഖ്യ കൂടിയ ഗ്രാമപഞ്ചായത്ത് ഏത്? ഒളവണ്ണ, കോഴിക്കോട് ജില്ലയിലാണ്. ജനസംഖ്യ കൂടിയ ഗ്രാമപഞ്ചായത്ത് ഒളവണ്ണ. ജനസംഖ്യ കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഇടമലക്കുടി. ജനസംഖ്യ കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഇടമലക്കുടി. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല മലപ്പുറം. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല മലപ്പുറം. കാലാവസ്ഥ. വേനലിൻ്റെ അവസാന നാളുകളിൽ കേരളത്തിലും കർണാടക തീരത്തും സാധാരണയായി രൂപപ്പെടുന്നതും മൺസൂണിന് മുന്നോടിയായുള്ളതുമായ കാറ്റുകളേവ? മാമ്പഴക്കാറ്റ്, മാംഗോ ഷവർ. മാംഗോ ഷവറിൻ്റെ വേറൊരു പേരാണ് മാമ്പഴക്കാറ്റ്. വേനലിൻ്റെ അവസാന നാളുകളിൽ കേരളത്തിലും കർണാടക തീരത്തും സാധാരണയായി രൂപപ്പെടുന്നതും മൺസൂണിന് മുന്നോടിയായിട്ടുള്ളതുമായ കാറ്റുകളേവ? മാംഗോ ഷവർ അഥവാ മാമ്പഴക്കാറ്റ്. മാമ്പഴക്കാറ്റ് ഏതിനം പ്രാദേശികവാദത്തിന് ഉദാഹരണമാണ്? വേനൽക്കാല മഴക്കാറ്റ്. മാമ്പഴക്കാറ്റ് ഏതിനം പ്രാദേശികവാദത്തിന് ഉദാഹരണമാണ്? വേനൽക്കാല മഴക്കാറ്റ്. മാമ്പഴം നേരത്തെ പഴുത്തു പാകമാവാൻ സഹായിക്കുന്ന പ്രാദേശികവാദമേത്? മാമ്പഴക്കാറ്റ്. മാമ്പഴം നേരത്തെ പഴുത്തു പാകമാവാൻ സഹായിക്കുന്ന പ്രാദേശികവാദം മാമ്പഴക്കാറ്റ്. കേരളത്തിലും സമീപ പ്രദേശങ്ങളിലും കാപ്പി പൂക്കുന്ന സമയത്തുള്ള മഴ ഏത്? കാപ്പി പൂവിടും മഴ. കേരളത്തിലും സമീപ പ്രദേശങ്ങളിലും കാപ്പി പൂക്കുന്ന സമയത്തുള്ള മഴ ഏത്? കാപ്പി പൂവിടും മഴ. കാപ്പി പൂവിടും മഴ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്ത്? ബ്ലോസം ഷവർ. കാപ്പി പൂവിടും മഴ അറിയപ്പെടുന്ന മറ്റൊരു പേര് ബ്ലോസം ഷവർ.
തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ഉപഭൂഖണ്ഡത്തിൽ പ്രവേശിക്കുന്ന രണ്ട് ശാഖകൾ ഏതെല്ലാം? അറബിക്കടൽ ശാഖ, ബംഗാൾ ഉൾക്കടൽ ശാഖ. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ഉപഭൂഖണ്ഡത്തിൽ പ്രവേശിക്കുന്ന രണ്ട് ശാഖകൾ അറബിക്കടൽ ശാഖ, ബംഗാൾ ഉൾക്കടൽ ശാഖ. തെക്കു പടിഞ്ഞാറൻ മൺസൂണിൽ നിന്ന് കുറഞ്ഞ അളവിൽ മാത്രം മഴ ലഭിക്കുന്ന പശ്ചിമഘട്ടത്തിൻ്റെ കിഴക്കൻ ചെരിവുകളെ എങ്ങനെ വിളിക്കുന്നു? മഴനിഴൽ പ്രദേശങ്ങൾ, റെയിൻ ഷാഡോ ഏരിയാസ്. എന്താണ് അപ്പം മഴനിഴൽ പ്രദേശങ്ങൾ? തെക്കു പടിഞ്ഞാറൻ മൺസൂണിൽ നിന്ന് കുറഞ്ഞ അളവിൽ മാത്രം മഴ ലഭിക്കുന്ന പശ്ചിമഘട്ടത്തിൻ്റെ കിഴക്കൻ ചെരിവുകളെയാണ് മഴനിഴൽ പ്രദേശങ്ങൾ അഥവാ റെയിൻ ഷാഡോ ഏരിയാസ് എന്ന് വിളിക്കുന്നത്. മഴ നിഴൽ പ്രദേശങ്ങൾ, അവിടെ മഴ കുറവായിരിക്കും, അങ്ങനെ അങ്ങ് ഓർത്ത് വെച്ചാൽ മതി. മ്യാൻമറിലും തെക്ക് കിഴക്കൻ ബംഗ്ലാദേശിലും വീശിയടിക്കുന്ന മൺസൂണിൻ്റെ ശാഖ ഏത്? ബംഗാൾ ഉൾക്കടൽ ശാഖ. മ്യാൻമറിലും തെക്ക് കിഴക്കൻ ബംഗ്ലാദേശിലും വീശിയടിക്കുന്ന മൺസൂണിൻ്റെ ശാഖ ബംഗാൾ ഉൾക്കടൽ ശാഖ. ബംഗാൾ ഉൾക്കടൽ മൺസൂൺ ശാഖയുടെ വലിയൊരു ഭാഗത്തെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് തിരിച്ചുവിടുന്ന മ്യാൻമർ തീരത്തെ മലനിര ഏത്? അരക്കൻ കുന്നുകൾ. ബംഗാൾ ഉൾക്കടൽ മൺസൂൺ ശാഖയുടെ വലിയൊരു ഭാഗത്തെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് തിരിച്ചുവിടുന്ന മ്യാൻമർ തീരത്തെ മലനിര അരക്കൻ കുന്നുകൾ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളായ മേഘാലയയിലെ മൗസിൻഡ്രം, ചിറാപുഞ്ചി എന്നിവ ഏത് മലനിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഖാസി കുന്നുകളിൽ. ഇത് ഇടയ്ക്കിടയ്ക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളായ മേഘാലയയിലെ മൗസിൻഡ്രം, ചിറാപുഞ്ചി എന്നിവ ഏത് മലനിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഖാസി കുന്നുകളിൽ. അപ്പോൾ ഇതിനകത്തുനിന്ന് രണ്ട് ചോദ്യങ്ങളുണ്ട്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളായ മേഘാലയയിലെ സ്ഥലങ്ങൾ മൗസിൻഡ്രം ഉണ്ട്, ചിറാപുഞ്ചി ഉണ്ട്. ഇത് ഏത് മലനിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഖാസി കുന്നുകളിൽ. പിന്നെ വേറൊരു ചോദ്യം ചോദിക്കാറുണ്ട്. ചിറാപുഞ്ചി, മൗസിൻഡ്രം ഇതൊക്കെ ഏത് സംസ്ഥാനത്താണ്? മേഘാലയ. അപ്പോൾ അത് ഓർത്ത് വയ്ക്കാനൊരു ക്ലൂ ഉണ്ട്. എന്താ? ഈ മഴ ഉണ്ടാകുന്നത് മേഘങ്ങൾ കാരണമാണല്ലോ. അപ്പം മഴ കൂടുതൽ ലഭിക്കുന്ന സ്ഥലങ്ങളായ ചിറാപുഞ്ചിയും മൗസിൻഡ്രവും മേഘാലയയിലാണ്. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇവിടെ 3 ചോദ്യം പഠിച്ചു. ഓക്കെ. ഏതൊക്കെ മാസങ്ങൾക്കിടയിലാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ലഭിക്കുന്നത്? ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. ഏതൊക്കെ മാസങ്ങൾക്കിടയിലാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ലഭിക്കുന്നത്? ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. രാജ്യത്താകെ ലഭിക്കുന്ന മഴയുടെ 3/4 ഭാഗവും ഏത് മഴക്കാലത്ത് നിന്നാണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. രാജ്യത്ത് ആകെ ലഭിക്കുന്ന മഴയുടെ 3/4 ഭാഗവും ഏത് മഴക്കാലത്ത് നിന്നാണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം എന്നറിയപ്പെടുന്ന കാലയളവ് ഏത്? ഒക്ടോബർ, നവംബർ മാസങ്ങൾ. മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം എന്നറിയപ്പെടുന്ന കാലയളവ് ഒക്ടോബർ, നവംബർ മാസങ്ങൾ. ഓക്കെ. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഈ വീഡിയോയുടെ താഴെയുള്ള ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്